വർഷങ്ങളായിട്ട് ഈ വൂണ്ടഡായിട്ടുള്ള കേസ് അൾസർ കൊണ്ട് നടക്കുന്ന ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ തീരെ നടക്കാൻ കഴിയാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയ ആൾക്കാർ, ഇവർക്കെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. കപ്പിംഗ് തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ വെരിക്കോസ് വെയിൻ മാത്രമല്ല, ഒരുപാട് രോഗങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് ഇന്ന് കപ്പിംഗ് തെറാപ്പി ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. പണ്ട് കാലം തൊട്ടേ ഉണ്ടെങ്കിൽ പോലും ഇന്നാണ് അത് കൂടുതലും ഹോസ്പിറ്റലുകളിലൊക്കെ കണ്ടുവരുന്നത്. പുരുഷന്മാരുടെ ആണെങ്കിലും ഇങ്ങനെയുള്ള ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള വളരെയധികം ട്രീറ്റ്മെൻറ്റുകൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും മരുന്നുകളുണ്ട്, ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ സ്ട്രെച്ചിങ് എക്സസൈസ്. വെരിക്കോസിൻ്റെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ആളിനത് സ്റ്റേജുകൾ 4-5 ടൈപ്പ് സ്റ്റേജുകളുണ്ട്. അപ്പോൾ ആ ആളിൻ്റെ സ്റ്റേജ് നോക്കിയിട്ടാണ് നമ്മൾ ഫുഡ് പ്രിഫർ ചെയ്യുന്നവർക്ക് ഇന്നത് കഴിക്കാം, ഇന്നത് കഴിച്ചുകൂടാന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മനക്കൽ ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഡോക്ടർ സാന്ദ്രയാണ്. വെൽക്കം ടു ദ ഷോ ഡോക്ടറെ. താങ്ക് യു. എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഞാൻ ഡോക്ടറിൻ്റെ കുറേ വീഡിയോസ് കണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസ്. നിങ്ങൾ വെരിക്കോസ് വെയിൻ റിലേറ്റഡ് ആയിട്ട് ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സ് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിലവിൽ കപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്നൊരു പ്രൊസീജിയർ ഞാൻ വീഡിയോയിലൂടെ കണ്ടു. എത്രത്തോളം എഫക്റ്റീവാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? കപ്പിംഗ് തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ വെരിക്കോസ് വെയിൻ മാത്രമല്ല, ഒരുപാട് രോഗങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് ഇന്ന് കപ്പിംഗ് തെറാപ്പി ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. പണ്ട് കാലം തൊട്ടേ ഉണ്ടെങ്കിൽ പോലും ഇന്നാണ് അത് കൂടുതലും ഹോസ്പിറ്റലുകളിലൊക്കെ കണ്ടുവരുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഗുണം, ആ ഒരു എഫക്റ്റീവ്നെസ് അത് ഭയങ്കര കൂടുതലാണ് മറ്റുള്ള തെറാപ്പിയെ അപേക്ഷിച്ച്. കാരണം നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ആയുർവേദ തെറാപ്പികളൊക്കെ തന്നെയാണ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് കപ്പിംഗ് തെറാപ്പി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ അറിയാം ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ അതിനകത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ വേദനയുള്ള കണ്ടീഷനിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് കപ്പിംഗ് തെറാപ്പി. അപ്പോൾ അതിൽ തന്നെ 2 ടൈപ്പ് കപ്പിംഗ് തെറാപ്പി ഉണ്ട്. ബെഡ് കപ്പിംഗ് എന്ന് പറയും, അതായത് ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്ന കപ്പിംഗ് തെറാപ്പി, അതായത് ഈ അശുദ്ധ രക്തമെല്ലാം പുറത്ത് കളയാൻ പറ്റുന്നത്. അതാണ്. അതെ. അതുപോലെ തന്നെ ഡ്രൈ കപ്പിംഗ്. നമുക്ക് തോന്നും ഡ്രൈ കപ്പിംഗ് വളരെ സിമ്പിളായിട്ട് ചെയ്യും, പക്ഷെ അതിൻ്റെ എഫക്റ്റ് കുറവാണ് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അല്ല, ഈ ഡ്രൈ കപ്പിംഗ് തന്നെ പ്രാക്ടീസ് ചെയ്ത് വളരെയധികം റിസൾട്ട് ഉണ്ടാക്കിയ ഒരുപാട് ഇടങ്ങളുണ്ട്. അപ്പോൾ അതിലൊരിടമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഹോസ്പിറ്റൽ. ഈ കപ്പിംഗ് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഇപ്പം നിലവിൽ നമുക്ക് ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടോ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ കപ്പിംഗ് തെറാപ്പി കൊണ്ട് പോസിബിൾ ആണോ? തീർച്ചയായിട്ടും. കാരണം ആദ്യം തന്നെ പറയുമ്പം നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് കപ്പിംഗ് തെറാപ്പി വെരിക്കോസ് വെയിനിൽ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം ഈ വെരിക്കോസ് വെയിനിലാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ, സ്റ്റിഫ്നെസ് ആയിരിക്കും ചിലരുടെ ബോഡി. അതിനകത്ത് സ്റ്റിഫ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ പെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല, മൊത്തത്തിൽ കപ്പിംഗ് തെറാപ്പി എന്ന് പറയുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയേണ്ടത് തന്നെ റിലാക്സേഷൻ തെറാപ്പി എന്നായിരിക്കും. കാരണം നമ്മുടെ ബോഡിക്കും അതുപോലെ തന്നെ മൈൻഡിനും ഒരുപോലെ റിലാക്സേഷൻ കിട്ടുന്ന ഒരു തെറാപ്പിയാണ് കപ്പിംഗ് തെറാപ്പി. അതായത് ഈ അശുദ്ധ രക്തം പുറത്ത് പോയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബോഡി കാമാവും എന്നാണോ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? അശുദ്ധ രക്തം പുറത്ത് പോകും. അതുപോലെ തന്നെ രക്തം മാത്രമല്ല പുറത്തു പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓയിൽ വെച്ച് നമ്മൾ ഡ്രൈ കപ്പിങ്ങും ചെയ്യാറുണ്ട്. അതും ഇതുപോലെ തന്നെ ഭയങ്കര റിലാക്സേഷൻ തരുന്ന ട്രീറ്റ്മെന്റ്. ഇതൊരു സർജിക്കൽ പ്രോസസ് ആണോ അതോ നമുക്ക് അന്നേരം തന്നെ സർജിക്കൽ അല്ല, തീർച്ചയായിട്ടും സർജിക്കൽ അല്ല. കാരണം ഇതിപ്പോൾ വെറ്റ് കപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കൊരു അനസ്തേഷ്യയോ ലോക്കൽ അനസ്തേഷ്യ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ, ഈ ഐബ്രോ ഒക്കെ പ്രിക്കുകയില്ലേ, അതിന്റെ ഒരു വേദന പോലും എടുക്കാറില്ല. അത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ ഈ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഈ കപ്പിംഗ് തെറാപ്പി എത്രത്തോളം എഫക്റ്റീവ് ആണത്? അപ്പം ബ്യൂട്ടി റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിയുമ്പം, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട് വരുമ്പം അതിനകത്ത് ഫേഷ്യൽ കപ്പിംഗ് ആണ് ട്രെൻഡ് ആയിട്ടുള്ളത്. ഫേഷ്യൽ കപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കിൻ റിങ്കിൾസ് ഒക്കെ മാറും. അതെ, തീർച്ചയായിട്ടും മാറും. അതുപോലെ തന്നെ കളർ കൂട്ടാൻ വേണ്ടിയിട്ട്, പിഗ്മെന്റേഷൻസ് ഒക്കെ കുറച്ച് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. അത്രത്തോളം എഫക്റ്റീവ് ആണോ ഈ കപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡബിൾ ചിൻ മാറാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് തന്നെയാണ്. ഈ കുട്ടികളിലെ ഡോക്ടറെ ഈ കപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്നത് പോസിബിൾ ആണോ? അവർക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും ആ ഒരു കപ്പിംഗ് തെറാപ്പി? കുട്ടികളിൽ നമ്മൾ വിചാരിക്കും വേദന അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ വളരെ കുറവല്ലേ. ഈ പ്രായമായ ആൾക്കാരിലാണ് വേദനാജനകമായിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ വരുന്നത്. കുഞ്ഞുങ്ങളിൽ എങ്ങനെ എഫക്റ്റീവ് ആവണമെന്ന് നമുക്ക് തന്നെ സംശയം വരും, ഇവർക്ക് എന്തിനാണ് കപ്പിംഗ് തെറാപ്പി ചെയ്യുന്നതെന്ന്. അത് വളരെ അധികം ആർക്കും അറിയാത്ത അറിവാണ്. സ്റ്റൊമക് ഏക്കിലാണ്, അതായത് വയറുവേദന കേൾക്കുന്ന കുഞ്ഞുങ്ങളുടെ കപ്പിംഗ് തെറാപ്പി. വയറുവേദന കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ കാരണം അവർക്ക് വയറുവേദന ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു അമ്പലിക്കൽ റീജിയനിൽ ഒരു നോർമൽ കപ്പ് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് വെച്ചാൽ തന്നെ ഒരു മാജിക് മിറാക്കിളായിട്ടായിരിക്കും അവരുടെ ആ ഒരു വേദന പെട്ടെന്ന് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ കഫക്കെട്ട് ഉണ്ടാവുന്ന കണ്ടീഷനിൽ, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവുന്ന കണ്ടീഷനുകളിൽ അവരുടെ നെഞ്ചിൽ സിലിക്കോൺ ടൈപ്പ് കപ്പുണ്ട്.
ആ കപ്പ് ജസ്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ആ ഒരു സഫോക്കേഷൻ, ശ്വാസം കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടും അതൊക്കെ പെട്ടെന്ന് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഡോക്ടർ, അതേപോലെ ആയുർവേദത്തിൽ പഥ്യം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. പല പേഷ്യൻസിനും അത് ഫോളോ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതായത് നോൺ വെജ് ഉപയോഗിക്കരുത്. അപ്പം നമ്മൾ കൂടുതലും വെരിക്കോസ് പേഷ്യൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഫുഡൊക്കെ ഏതായിരിക്കും? പൂർണ്ണമായും അവോയ്ഡ് ചെയ്യേണ്ട കുറേ ഫുഡുണ്ട്. പിന്നെ ഓരോരുത്തരുടെയും കണ്ടീഷൻ അനുസരിച്ചാണ്. നമ്മുടെ ഒരു വെരിക്കോസിൻ്റെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ആളിനത് സ്റ്റേജുകൾ 4-5 ടൈപ്പ് സ്റ്റേജുകളുണ്ട്. അപ്പോൾ ആ ആളിൻ്റെ സ്റ്റേജ് നോക്കിയിട്ടാണ് നമ്മൾ ഫുഡ് പ്രിഫർ ചെയ്യുന്നവർക്ക് ഇന്നത് കഴിക്കാം, ഇന്നത് കഴിച്ചുകൂടാന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. പിന്നെ തീർച്ചയായിട്ടും അവർ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഫുഡുണ്ട്. അതായത് പാലുൽപ്പന്നങ്ങൾ, ഈ വൂണ്ടഡ് ആയിട്ടുള്ള കേസൊക്കെ കാണും, അൾസറൊക്കെ വന്നിട്ടുള്ള കേസ്. അവരോട് മെയിനായിട്ട് നമ്മൾ എന്ത് ഫുഡ്, ചായ കുടിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയാം ഡെയിലി 4-5 ചായ മസ്റ്റ് ആണെന്ന് പറയും. അപ്പം മെയിനായിട്ട് അവർ ആദ്യം ഒഴിവാക്കേണ്ടത് അതാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വീണ്ടും കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഫുഡായത്. അപ്പം ഈ പാലുൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ പനീർ, പാലുൽപ്പന്നങ്ങൾ ഉദ്ദേശിക്കാൻ തൈര്, പനീർ. തൈര് പിന്നെയും നമ്മൾ അധികം പ്രോബയോട്ടിക്സ് കിട്ടുന്നതായതുകൊണ്ട് ഒഴിവാക്കാറില്ല. ഒരു നേരം ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ തൈര് കഴിച്ചോളം പറയാറുണ്ട്. അതായത് ഈ പാല് കണ്ടന്റഡ് ആയിട്ടുള്ള ഡയറി പ്രോഡക്ട്സ് എല്ലാം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ചൊറിച്ചിലുള്ള ആൾക്കാരിലാണെങ്കിൽ പോലും പാലുൽപ്പന്നങ്ങൾ ആദ്യമേ ഉപേക്ഷിക്കുക. കാരണം ഈ ചൊറിച്ചിലാണ് വീണ്ടും ചൊറിഞ്ഞ് അത് പൊട്ടാൻ തുടങ്ങും, അൾസർ ആവാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ് ഈ ചൊറിച്ചിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പാലുൽപ്പന്നങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ ചൊറിച്ചിലിനകത്താണെങ്കിൽ ചില പ്രത്യേകതരം മത്സ്യങ്ങൾ അത് ഒഴിവാക്കാൻ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ കോഴി ഇറച്ചി, കാരണം നമ്മൾ ആയുർവേദ തെറാപ്പിയാണ്, അപ്പോൾ ആയുർവേദ മരുന്നുകളാണ് കൊടുക്കുന്നത്. അപ്പം രൂക്ഷമാണ്, ചൂട് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ കൂടുതലുള്ള മരുന്നുകൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ആഹാരങ്ങൾ പൊതുവെ നമ്മൾ കുറയ്ക്കാൻ പറയും. അതൊക്കെ ഉള്ളൂ. അല്ലാതെ ഒരുപാട് നമുക്ക് ഒരു മനുഷ്യനോട് എല്ലാ ഭക്ഷണങ്ങളും നിയന്ത്രിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ആ ആളിന്റെ മനസ്സിലേക്കൂടെ നമ്മൾ അപ്പം മാനസികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഡയറ്റ് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഡോക്ടർ, ഇപ്പം വെരിക്കോസ് എന്ന് പറയുന്ന പ്രശ്നം ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ഉണ്ട്. അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണോ അതോ ജെനറ്റിക്കലി വരുന്ന പ്രശ്നമാണോ? എന്താണ് ഈ വെരിക്കോസ് എന്ന് പറയുന്നത്? നമുക്കിപ്പം ഇങ്ങനൊരു ചോദ്യത്തിന് ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം 2 മറുപടിയും പറയാൻ പറ്റും. കാരണം ജെനറ്റിക്കലായിട്ടും വരാം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാബിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം ഉണ്ടാവാറുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരിൽ ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കാലിന് ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാർ, അവരിലും ഇത് വരാൻ ഭയങ്കര ചാൻസ് കൂടുതലുണ്ട്. ഈ വെരിക്കോസ് വരുന്നതിന് ഒരു ഏജ് ലിമിറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും വരാം. അപ്പം നമുക്ക് ഈ വെരിക്കോസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അതിനെടുക്കാൻ പറ്റുന്ന ഒരു പ്രിക്കോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ജോബ് തന്നെ ചെയ്യാതിരിക്കുക. കാരണം ഇപ്പം ടൈലർ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാലിന് പ്രഷർ കൊടുത്ത് ചെയ്താൽ എന്തായാലും വരാം. അപ്പോൾ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചനിങ് എക്സസൈസുകളാണ്. അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ വെരിക്കോസ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് വളരെ കുറവായിരിക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും മരുന്നുകളുണ്ട്, ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ സ്ട്രെച്ചനിങ് എക്സസൈസുകളാണ്. അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ആ വേദനയാണെങ്കിലും അതിൻ്റെ ഒരു ഡിസ്കംഫർട്ട് ആണെങ്കിലും അതൊക്കെ വീണ്ടും റിക്കറൻ്റായിട്ട് വരുന്നതിനെ പറ്റിയിട്ട് വളരെ കുറവാണ് പറയുന്നത്. കാരണം അത്രത്തോളം എഫക്റ്റീവാണ് ഈ സ്ട്രെച്ചനിങ് എക്സസൈസുകൾ. ഡോക്ടർ, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വെരിക്കോസ് റിലേറ്റഡ് ആയിട്ട് ഒരു പേഷ്യൻ്റ് വന്ന് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് വന്ന, അതായത് നമ്മളെ കൊണ്ട് അത് പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ചലഞ്ചഡ് ആണ് എന്ന് തോന്നിയ ഒരു കേസ് ഏതായിരിക്കും? ഓർക്കുമ്പോൾ നമുക്കൊരു വിഷമം, അങ്ങനൊരു ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു? സത്യം പറഞ്ഞാൽ വിഷമമല്ല, സന്തോഷമുള്ള കേസുകളാണ്. ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു കേസല്ല, ഒരുപാട് കേസുകളുണ്ട് നമുക്ക്. കാരണം നമ്മളിപ്പോൾ വെരിക്കോസ് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയപ്പം തന്നെ നമുക്ക് വരുന്നതെല്ലാം ചലഞ്ചിങ് ആയിട്ടുള്ള കേസുകൾ തന്നെയാണ്. കാരണം വർഷങ്ങളായിട്ട് ഈ വൂണ്ടഡ് ആയിട്ടുള്ള കേസ്, അൾസർ കൊണ്ട് നടക്കുന്ന ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ തീരെ നടക്കാൻ കഴിയാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയ ആൾക്കാർ, ഇവർക്കെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം വീണ്ടും അവർ നമ്മളെ മരുന്നിനോ മന്ത്രത്തിനോ അല്ലാതെ വരിക, നമ്മളെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് കാണാൻ വരുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥ എന്ന് പറയുമ്പം അത് ഏതൊരു ഡോക്ടറിനെ സംബന്ധിച്ചോളം ഞങ്ങൾ ഡോക്ടർമാർക്ക് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നിയ നിമിഷങ്ങളാണ്. നമ്മുടെ ഹോസ്പിറ്റലിലെ കപ്പിംഗ് തെറാപ്പി അല്ലാതെ വേറെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണുള്ളത്? വെരിക്കോസ് വെയിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ കപ്പിംഗ് തെറാപ്പി മാത്രമല്ല. കപ്പിംഗ് തെറാപ്പി ഒരു തെറാപ്പി മാത്രമാണ്, ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമാണ്. കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനകത്ത് നമ്മൾ ആയുർവേദികപരമായിട്ടുള്ള പഞ്ചകർമ്മ തെറാപ്പി തന്നെയാണ് ആദ്യം ചെയ്യുന്നത്. അതിനകത്ത് മെയിനായിട്ട് ഉദ്വർത്തനമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പൊടികൾ ഇട്ടുള്ള തിരുമാണ് ഈ ഉദ്വർത്തനം എന്ന് പറയുന്നത്. അപ്പം അത് നമ്മുടെ
എന്താ പറയുക, ഞരമ്പുകളെയൊക്കെ നല്ല പോഷണം കൊടുക്കാനും ഉത്തേജിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പം അതിൽ തുടങ്ങി അഭ്യംഗം തുടങ്ങി നമ്മൾ കിഴി, അങ്ങനെ എല്ലാ പ്രൊസീജിയറും, ധാര, അങ്ങനെ എല്ലാ പഞ്ചകർമ്മ തെറാപ്പികളും ഇൻക്ലൂഡ് ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്ഥിരാവേദനം, അതായത് ഞരമ്പുകളിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് കളയുന്നു, ഈ അശുദ്ധ രക്തത്തെ പുറത്ത് കളയുന്ന പ്രൊസീജിയർ, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെയും കൂട്ടത്തിലാണ് നമ്മൾ ഈ കപ്പിംഗ് തെറാപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിളായിട്ട് തോന്നിയിട്ടുണ്ട്. ഡോക്ടർ, ഈ സ്ത്രീകളുടെ ഇടയിൽ ഒരു മിത്തുണ്ട്, എപ്പോഴും നമുക്ക് പല ട്രീറ്റ്മെൻറ്റ് അവിടെ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ വൈറ്റ് ഡിസ്ചാർജിങ്, അതായത് വജൈനൽ ഡിസ്ചാർജിങ് എന്ന് പറയുന്ന ഒരു പ്രശ്നമായിട്ട് ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. അത് എന്താ പറയുക, നമ്മുടെ എല്ലുരുകി പോകുന്നതാണ്, അല്ലെങ്കിൽ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ അതൊരു സെൽഫ് ക്ലീനിങ് അല്ലേ? എന്താണ് ഡോക്ടറെ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? എല്ലൊരുക്കി പോകുക എന്നൊക്കെ പറയുന്നത് അത് പഴമക്കാർ പറഞ്ഞുണ്ടാക്കിയ ഒരു ഇതാണ്. ഇന്നും എല്ലാം ഇത്രയും മോഡേൺ ലൈഫ് ആയിട്ട് പോലും ആൾക്കാർ ആ ഒരു പേര് തന്നെയാണ് അതിനെ കണ്ടിന്യൂ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലൊരുക്കി പോകുന്ന അവസ്ഥയൊന്നുമില്ല. എല്ലൊരുക്കി പോയി കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പിന്നെ നമുക്ക് നിവർന്ന് നിൽക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിലൊക്കെ ഉരുകി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ്? അങ്ങനെ ഒരു മിത്ത് ഉണ്ട് ഓൾറെഡി. അയ്യോ എല്ലുരുക്കമാണോ, അയ്യോ എല്ലും എല്ലാം ഉരുകി പോകുക, അല്ലെങ്കിൽ പ്രോട്ടീൻസ് എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ അതൊരു സെൽഫ് ക്ലീനിങ് ആണോ? അതൊരു സെൽഫ് ക്ലീനിങ് ആണ്. അതായത് നമ്മുടെ ബോഡിയിൽ, അതായത് യൂട്രസിനകത്തു നിന്നും വരുന്ന ഒരു സെക്രീഷൻ മാത്രമാണത്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മുടെ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളൊക്കെ വരുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നു. അത് ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു. അത് ആ ആളിൻ്റെ ഹോർമോണോ അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥികളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മുടെ എല്ലുരുക്കി പോകാൻ ഒരിക്കലും പറ്റത്തില്ല. എല്ലുരുക്കി പോയി കഴിഞ്ഞാൽ ആ എല്ലാം അവിടെ നഷ്ടപ്പെടുമല്ലേ. ഇൻഫെക്റ്റഡ് ആവുന്ന സമയത്താണോ ഇത് കളർ ചേഞ്ചിങ്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കളറിൽ യെസ്, അന്നേരം നമ്മൾ അതിനെ വളരെ വേറെ ഒരുപാട് പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത്. പിന്നെ സ്മെല്ലി ആയിരിക്കാം, കളർ ചേഞ്ച് ഉണ്ടായിരിക്കാം, യെല്ലോയിഷ് ആയിരിക്കാം, കേടി ആയിരിക്കാം, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇത് അതിനെല്ലാം നമ്മുടെ ആയുർവേദത്തിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇന്റേണൽ മെഡിക്കേഷൻസ് നന്നായിട്ടുണ്ട്. അതിന് എക്സ്റ്റേണൽ തെറാപ്പി അങ്ങനെ കൊടുക്കേണ്ടി വരിക, ഉത്തരവസ്ഥയൊക്കെ കൊടുക്കാം നമുക്ക്. അതായത് ഗർഭാശയത്തിലുള്ള യോനി വഴി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്, ബസ്തിയാണത്. അപ്പം അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ അത്രയും വരെ പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇന്റേണൽ മെഡിക്കേഷനിലൂടെ തന്നെ മാറ്റാൻ പറ്റുന്ന കണ്ടീഷനാണ് ഇതൊക്കെ. സ്ത്രീകളുടെ കാര്യം ചോദിക്കുന്നത് പോലെ തന്നെ പുരുഷന്മാരുടെ കാര്യത്തിലും നമ്മൾ ചോദിക്കണമല്ലോ. അവർക്ക് ഈ ഉദാഹരണ ശേഷിക്കുറവെന്ന് പറയുന്ന ഒരുപാട് പുരുഷന്മാർ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. അപ്പോൾ അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഇതിനായിട്ടുള്ള മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഉദാഹരണശേഷി കുറവ് മാത്രമല്ല, വളരെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്നത്തെ തലമുറ അവരുടെ ഒരു ജീവിതശൈലി വെച്ച് അനുഭവിക്കുന്നുണ്ട്. അപ്പം അതിനകത്തൊക്കെ ഇന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹാംഫുൾ അല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് മെഡിക്കേഷൻസ് ഉണ്ട് ആയുർവേദത്തിൽ, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്നത്. അതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നല്ല റിസൾട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പണ്ടത്തെ പോലെ നമുക്ക് എന്താ പറയുക, വന്ധ്യത അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനത്തെ കാരണങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പം അന്നൊക്കെ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, മറച്ച് വെക്കേണ്ട. പ്രത്യേകിച്ച് ആയുർവേദത്തിൽ. അതെ, ആയുർവേദത്തിലൊക്കെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് വളരെ റെയറായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ആയുർവേദത്തിലും അത് സാധ്യമാണെന്ന് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. അപ്പം എന്താ പറയുക, ഈ പുരുഷന്മാരുടെ ആണെങ്കിലും ഇങ്ങനെയുള്ള ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള വളരെയധികം ട്രീറ്റ്മെൻറ്റുകൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ ഒരുപാട് നന്ദി. നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം ചെലവഴിച്ച് ഒരുപാട് ഇൻഫോർമേഷൻസ് തന്നു. താങ്ക് യു സോ മച്ച്.